ഹായ് ഹലോ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കേൾക്കുമ്പോൾ കാണുമ്പോഴും കുരു പൊട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പൊട്ടണം നിങ്ങളുടെ കുരു പൊട്ടിക്കുക എന്നുള്ളതല്ലേ എന്നുടെ ജീവിത അഭിലാഷം. അപ്പം അതേ ഫോട്ടോ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസങ്ങളായി നിങ്ങളുടെ അടുത്തൊരു ഓൺ വോയിസ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ ഒന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാവും, അല്ലെങ്കിൽ വർക്കിൻ്റെ തിരക്കുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഓൺ വോയിസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പെയിൻറ് തീർന്നു എന്നുള്ളതല്ല കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ അരിയാഹാരം മുട്ടരുത് എന്നുള്ള ഒരു കാര്യം എപ്പോഴും എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭക്ഷണം അല്ലെ നമ്മുടെ അരിയാഹാരം മുട്ടരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയൻ്റെ അകത്തൊക്കെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഫോട്ടോക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് കൊടുക്കുന്നത്. പക്ഷേ അത് പലരും മിസ്യൂസ് ചെയ്യാണ് ഗൈസ്. പലരും എനിക്ക് വിവാഹാലോചനയായിട്ടും, പലരും എന്നോട് ഇഷ്ടം പറയാനായിട്ടും, പലരുടെയും ചിന്താഗതി എന്താ വെച്ചാൽ ഞാൻ വല്ല വായക്കുലയും തേങ്ങാക്കുലയൊക്കെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. എന്താ വെച്ചാൽ എന്നെ വീട്ടിൽ കയറി വെട്ടും, തട്ടും, ഞൊണ്ടും, പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ കോൾ ചെയ്യുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ എന്തുവാടേ ഏതെങ്കിലും വായത്തോപ്പ് നടത്തുന്നുണ്ടോ? നേരെ മറിച്ച് എൻ്റെ വാപ്പ വായത്തോപ്പ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം, ഞങ്ങൾ 3 വായകളാണ് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധവുമില്ല. പക്ഷെ ഞാൻ വായത്തോപ്പൊന്നും നടത്തുന്നില്ലടേ. നിങ്ങൾ ഈ അനങ്ങിയ വീട്ടിൽ കയറി വെട്ടും എന്ന് പറയുന്നേ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടടേ. നിങ്ങളെയൊക്കെ ഭീഷണിയിലൊക്കെ പേടിച്ച് ഞാൻ ഈ വര നിർത്തുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ചുമ്മാതാ, ഞാൻ നിർത്തൂല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. കാരണം ഇത് കേരളമാണ്. കേരളത്തിൽ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം തന്നതുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടന തന്നതുകൊണ്ട് എനിക്ക് ആ ഇഷ്ടത്തിലും ആ രീതിയിലും ജീവിക്കാം. അതേ ഞാൻ പൊട്ടുകുത്തിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. എന്തേ കുഴപ്പമുണ്ടോ? ഇപ്പോൾ കുറേ താത്തച്ചിമാർക്ക് കുരു പൊട്ടും. എത്ര എണ്ണത്തിന് കുരു പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഹാല് ഇളകുക ചെയ്യുക. ഹാലിളകിയിട്ട് കോമരം തുള്ളും പോലെ തുള്ളിയിട്ട് ഇങ്ങോട്ട് പോരും. പൊട്ടുകുത്തി ഇനി നരകത്തിലാണ്. എനിക്ക് നരകത്തിൽ സീറ്റ് റെഡിയായി. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓള് പൊട്ട് കുത്തിക്കിന്ന്. അന്നപ്പം തന്നെ പടച്ചോൻ പറഞ്ഞെന്താ, ഓള് നരകത്തിൽ. അല്ലാത്ത ഒരു കാര്യവും ഇല്ല. ഓളമ്മക്ക് പിടിച്ച് നരകത്തിലിടാൻ താത്തച്ചിമാരോടാട്ട് പടച്ചോൻ നേരിട്ടായിട്ട് പറയും. എന്നിട്ട് താത്തച്ചിമാർ അത് വന്ന് കമൻ്റ് ഇടും. ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുത്തുക്കടി ഇജ്ജ് പൊട്ട് കുത്തിക്കിന്നുള്ള വിവരം. ഇനി എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. കയറിയാലേ എന്നെ അവിടുന്ന് ഓല് ഇറക്കി വിടും എന്നുള്ള രീതിയിൽ ഇപ്പം കമൻ്റ് കാണാൻ നിങ്ങൾക്ക്. എനിക്ക് സ്വർഗം വേണ്ട മക്കളെ. കാരണം സണ്ണി ലിയോൺ വരെ നരകത്തിലാണ് ഉണ്ടാവുക. എനിക്ക് നമ്മളെ നരകം മതി. അത് ഒരു സുഖമുള്ള പരിപാടിയാണ്. നരകത്തിൽ ഈ പൊരി വെയിലത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്, പിന്നെ ആ നരകത്തിലെ ചൂട്. അപ്പോൾ ഉസ്താദുമാർ പറയും, ജസ്നാ നരകത്തിലെ ചൂടല്ല ജസ്നാ നമ്മുടെ നാട്ടിലെ ചൂട് എന്ന് പറഞ്ഞിട്ട് മൊല്യമാർക്കൊരു കണ്ടൻ്റ് ആവും. അവർക്കും വേണ്ടേടോ കണ്ടൻറ്റിൻ്റെ ക്ഷാമം കൊണ്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത്. ചിലരുടെ കണ്ടൻറ്റ് ഞാനാണ്, ചിലരുടേതല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെയും കണ്ടൻറ്റ് ഞാൻ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പണി, എന്തെങ്കിലും മാസം ഒരു വരുമാനം കിട്ടിക്കോട്ടെ. അരിയല്ലേ ബിഗിലെ മുഖ്യം. എനിക്ക് നിങ്ങൾക്കൊക്കെ അരി തന്നെയാണ് ബിഗിലെ മുഖ്യം. അതുകൊണ്ട് അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ചില മോശപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോൻ്റെ കൂടെ എൻ്റെ നമ്പർ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ചില ലവന്മാരുടെ പണി. അവന്മാരെ പൊക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ പോലീസുകാർക്ക് കൊടുക്കൂല, ആദ്യം ഞാനൊന്ന് പൊട്ടിക്കും.
അത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഞാൻ പൊട്ടിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പം എന്നിട്ട് മീറ്റപ്പിന് താല്പര്യം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഓരോരോ ലവന്മാർ വിളിച്ച് നമ്മളടുത്ത് ചോദിക്കും. അതെടുത്ത് പോസ്റ്റ് ചെയ്താലോ അടുത്ത വിളി എന്നെ വീട്ടിൽ കയറി വെട്ടൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ തേങ്ങാക്കൊലയോ വായക്കൊലയോ എങ്ങനെയാണോ വീട്ടിൽ കയറി വെട്ടാൻ വേണ്ടിയിട്ട്? അറിയാത്തതുകൊണ്ട് ചോദിക്കാട്ടോ പുള്ളേ. അറിയാത്ത പുള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഏതായാലും നീ എന്തിനാടി തട്ടിടുന്നത്, നിനക്ക് പൊട്ട് കുത്തിക്കൂടെടി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പൊട്ട് കുത്തിയേക്കി. നിങ്ങൾക്ക് എന്താണ് കമൻ്റ് ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളവിടെ കമൻ്റ് ഇടി. നിങ്ങളെ ഓരോ കമൻറ്റിനും ഇതിനെന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ മറുപടിയായിട്ട് ഞാൻ വരും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ഇടാം. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി ഞാൻ തന്നിരിക്കും. കാരണം പൊട്ട് കുത്തിയത് കൊണ്ട് കുരു പൊട്ടുന്ന കുറേ താത്തച്ചിമാർ ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ താത്തച്ചിമാരോടായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ഇട്ടോളി, ഞങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നിരിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ ബേജാറാവണ്ട. പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ 2-3 ദിവസം വൈകി എന്നൊക്കെ വരും. അപ്പോൾ അന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത് 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഓള് എന്നുള്ളത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട്. എല്ലാവർക്കും കണ്ടൻറ് ഇല്ലാത്തൊരു പ്രശ്നം, എനിക്ക് കണ്ടൻറ് കൂടുതലുള്ളൊരു പ്രശ്നമാണ്. കാരണം ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ വിളിച്ച് നല്ലത് പറയുന്നവരും ഉണ്ട്, മോശം പറയുന്നവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഇതിന് എൻ്റെ വീഡിയോക്ക് എന്താ പറയുക, എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടാൻ എനിക്ക് സമയം കിട്ടായിക മാത്രമേ ഉള്ളൂ, കണ്ടൻറ് കിട്ടായികയില്ല. ലൈഫ് ഇടുന്നുണ്ട്, പർച്ചേസിങ് ചെയ്യുന്നുണ്ട്, കോള് ചെയ്യുന്നുണ്ട്, എനിക്ക് വിവാഹാലോചന വരുന്നതുണ്ട്, അങ്ങനെ പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിടാൻ കുറച്ചൊന്ന് ലേറ്റ് ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതൊന്ന് നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചേക്കുക. അതിന് ഞാനിത് എപ്പോഴത്തെ വീഡിയോ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല അല്ലേ, ഞാൻ ഡേറ്റ് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അറിയേയില്ലല്ലോ. എന്തോ ആവട്ടെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊട്ട് കുത്തിയത് കൊണ്ട് താത്തച്ചിമാരുടെ ഗുരു എന്തായാലും പൊട്ടുമെന്നുള്ളതും വർഗീയത വിളമ്പാൻ ഇവിടെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ തന്നെ വരുമെന്നുള്ളതും എനിക്ക് എന്തായാലും അറിയാം. നിങ്ങൾ വർഗീയത വിളമ്പണം. നിങ്ങൾക്ക് വർഗീയത വിളമ്പിയില്ലേ അന്നത്തെ ദിവസം ചോറിറങ്ങൂലോ. അതുകൊണ്ട് നിങ്ങൾ വർഗീയത വിളമ്പിക്കോളീന്നേ, നമുക്കൊരു കുഴപ്പമില്ലാന്നേ, നമ്മളിങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകും. പിന്നെ വരയില്ലെങ്കിൽ എന്താക്കുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം 2 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. 4 ദിവസങ്ങൾക്ക് മുമ്പാന്ന് പറയാൻ കാരണം ഇതിപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാണ്ട് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കമൻ്റ് ഇട്ട് ഇതിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി തരും. ഇതിനല്ലാതെ വേറെ ഏതിന് ഞാൻ മറുപടി തരാനാണ്? എൻ്റെ താത്തച്ചിമാരെ, കുറേ താത്തച്ചിമാരില്ലേ ചി, നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖം ഉണ്ടല്ലോ. കമൻറ്റിന് മറുപടി തന്നിട്ട് കുറേ ദിവസങ്ങളായി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ കമൻറ്റിന് മറുപടി തരാൻ ഞാൻ വരാതിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നേനെ. എനിക്ക് ലൈവ് പോലും ഇടാൻ നേരം കിട്ടുന്നില്ല, കമൻറ്റ് ചെയ്യാൻ നേരം കിട്ടുന്നില്ല. ഇതേ കോളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ കൂടി ഒന്ന് നമ്മളൊന്ന് എടുത്തു വെക്കുക പെട്ടെന്ന്, ആരാ എന്താ എങ്ങനെയാന്നുള്ളത്. ഹലോ, ആരാണ്? ആര്? ഫേസ്ബുക്കിൽ എന്തുണ്ടായിരുന്നു? എന്താ കാര്യം? വിളിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. ഏതല്ല? എന്ത്? അതിന് അത് വീഡിയോസ് കണ്ടിട്ട് വിളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എവിടെയും നമ്പർ കൊടുത്തിട്ടില്ലല്ലോ സുഹൃത്തെ.
അനാവശ്യമായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത്. കേട്ടുകോ? നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഫോട്ടോക്ക് ആവശ്യമുണ്ടോ? ഫോട്ടോയുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. ഫോട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ്. അതിന് വരുന്ന പ്രൈസ് 5000 രൂപയാണ്. ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് തിരിച്ച് വരച്ച് കൊടുക്കുന്നത്. ഇപ്പം ഏൽപ്പിക്കുക വെച്ചാൽ അടുത്ത വർഷം 2-ാം മാസമാണ് ഫോട്ടോ കിട്ടുക. എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണ് ഫോട്ടോ കിട്ടുള്ളൂ. അതുവരെയുള്ള ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു പോയി. ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അഡ്വാൻസ് ആദ്യം 2000 രൂപ അയക്കണം. എന്നാൽ മാത്രമേ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുള്ളൂ. ഇത്രയാണ് ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഫോട്ടോയുടെ ഡീറ്റെയിൽ അല്ലേ വേണ്ടത്? കിട്ടിയല്ലോ. ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൻ്റെ അകത്ത് ഹായ് അയക്കൂ. ഞാൻ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും അയച്ചു തരാം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പ് ഇട്ട് തന്നാൽ മതി. എന്ത്? കേട്ടില്ല, മനസ്സിലായില്ല. ഗൂഗിൾ പേ ആണെങ്കിൽ ഈ സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും ഞാൻ അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഫോട്ടോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞതുപോണം വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞപ്പം ഞാൻ കരുതി പ്രപ്പോസ് ചെയ്യാനോ തെറി വിളിക്കാനോ എന്തിനെങ്കിലും ആയിരിക്കുന്നു. പക്ഷെ അതും അല്ല കേട്ടോ, നല്ലതും മോശവും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഉള്ളത് തന്നെ രീതിയിൽ തന്നെ പറയാമല്ലോ. അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പം ഞാനിതേ ഒരു പൊട്ട് കുത്തിയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അതും കണ്ണനെ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് പൊട്ട് കുത്തണം തോന്നി. അതുകൊണ്ട് ഞാനൊരു പൊട്ട് കുത്തി വീഡിയോ ചെയ്തു. അപ്പോൾ ഇതിനെന്തായാലും കുരു പൊട്ടുന്ന കുറേ മതസ്ഥരുണ്ട്. അത് ഏത് മതത്തിലുള്ള ആൾക്കാരായാലും എനിക്കത് വിരോധമല്ല. നിങ്ങൾക്ക് കുരു പൊട്ടുകയാണെങ്കിൽ പൊട്ടിക്കോട്ടെ. നിങ്ങളുടെ കുരു പൊട്ടുന്നതിൽ എനിക്കൊരു വിരോധമില്ല. കാരണം നിങ്ങളുടെ ഡ്രസ്സ് മാറുക എന്നല്ലാതെ എനിക്ക് ഒരു പങ്കും അംഗഭംഗങ്ങളും പറ്റാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഇതിനെന്തായാലും മറുപടി കമൻറ്റ് ഇട്ടേ പറ്റുള്ളൂ. ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഞാൻ എന്ത് കമൻറ്റ് വന്നാലും ഞാൻ അതിന് മറുപടി ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് പോസ്റ്റ് ചെയ്ത് 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ മറുപടി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് പറയാനുള്ളതും ഈ പൊട്ടുകുത്തിനെ കുറിച്ച് പറയാനുള്ളതും കണ്ണ് വരയ്ക്കുന്നതിനെ പറ്റി പറയാനുള്ളതും പിന്നെ അടുത്ത കോള് എന്നെ കൊണ്ടാവുന്നില്ല. ആടെ റിങ് ചെയ്തോട്ടെ, അടുത്ത കോള് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കും. എനിക്ക് കോൾ എടുക്കാനും കൂടി ഇത് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഒറ്റ കമൻ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് കാണിക്കടേന്ന് അത് ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങളെടുത്ത് നോക്കിയിട്ട് കാണാൻ പറ്റുന്ന പോലെ കണ്ടാൽ മതി. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ തന്നെ പേപ്പറിൽ വരച്ച് തരുമോ എന്ന് ചോദിക്കുന്നവരോട്, നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വരച്ച് തരാം. നിങ്ങൾ പറഞ്ഞിടത്തേക്കൊന്നും വന്ന് വരച്ച് തരാൻ നമുക്ക് പറ്റൂല. നിങ്ങൾ ഇവിടേക്ക് വരി കേട്ടോ. അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു മാറ്റം ആർക്കും അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു പൊട്ടെടുത്ത് കുത്തിയത്. ആ പൊട്ടിൻ്റെ പുറത്ത് കുരു പൊട്ടുന്ന താത്തമാരോട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. തരാ.